ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് നാം ഡിസ്കസ് ചെയ്യുന്നത് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ, ആർട്ടിഫിഷ്യൽ ടെസ്റ്റോസ്റ്ററോൺ, സിന്തറ്റിക് ടെസ്റ്റോസ്റ്ററോൺ ഇത് എന്താണെന്നുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ സ്റ്റിൽ ഇപ്പോഴും പല ആളുകൾക്കും അറിയത്തില്ല. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാളും അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാതിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ് ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇതുപോലുള്ള ബേസിക് കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ PT റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റിയും ജിം റിലേറ്റഡ് ആയിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനിയും വീഡിയോസ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോയിൽ കിടക്കാം. Yeah, I spit raps like a heart attack, fast fatal heart impact, past painful scars, in fact I blast tasteful bars and packs. I back up my actions, fact don't ask, grab reactions, jacked attack with every word, then act with class. എന്താണ് ടെസ്റ്റോസ്റ്ററോൺ? നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്തുള്ള മെയിൽ ബോഡിക്കകത്തുള്ള ടെസ്റ്റിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. പെൺകുട്ടിയുടെ ശരീരത്തിലും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, പക്ഷെ അവരുടെ ഓവറീസ് ആണ് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വളരെ കുഞ്ഞ എമൗണ്ടിൽ, വളരെ കുറച്ചൊരു എമൗണ്ടിൽ മാത്രമേ സ്ത്രീകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. പക്ഷെ ആണുങ്ങളുടെ ശരീരത്തിൽ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്. ആണുങ്ങളുടെ മെയിൽ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. സ്ത്രീകളുടെ ശരീരത്തിലാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല, നമ്മൾ ആണുങ്ങളുടെ സൈഡിലേക്ക് നോക്കുകയാണ്. അപ്പം ഇതാണ് സംഭവം. ഈ ഒരു ഹോർമോൺ പ്രൊഡക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ഹൈപ്പോതലാമസ് ഒക്കെയാണ്. നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം അതാണ്. അത് ഒരു പൾസേറ്റീവ് രീതിയിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ ബോഡിക്ക്. അതായത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ കുറച്ച് ഹൈ ആയിരിക്കും, ദെൻ പയ്യെ ഈവനിങ് ആകുമ്പോൾ കുറഞ്ഞു വരും. അതാണ് നോർമലി നമ്മുടെ സർക്കേഡിയൻ ഋതത്തിനെയൊക്കെ വെച്ചിട്ടാണ് ഇത് വരുന്നത്. പിന്നെ ബോഡിക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രമാണ് ബോഡി ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ. നമ്മൾ ഭയങ്കര ബാഡ് ആയിട്ടുള്ള ലേസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ലോ ആയിരിക്കും. പക്ഷെ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന നല്ലൊരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ ഹൈ ആയിരിക്കും. നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ഇതാണ് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ. നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ ഹൈ ആണെങ്കിൽ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. പല കാര്യങ്ങളിലും നമ്മൾ കുറച്ചുകൂടെ മാസ്കുലിൻ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. നമ്മൾ കുറച്ചുകൂടെ റിസ്ക് ടേക്കിംഗ് ആയിരിക്കും. ടോക്സിക് മാസ്കുലിനിറ്റി എന്ന് പറയുന്ന പല കാര്യങ്ങളും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഈ ടെസ്റ്റോസ്റ്ററോൺ നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ലേസി ആയിരിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ മടിയായിരിക്കും. റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റി നിങ്ങൾക്ക് ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഫെമിനൈൻ ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. ബോഡിക്കകത്താണെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ ബോഡിയിൽ വരും. നിങ്ങളുടെ ഫാറ്റ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് ഹൈ ആവുന്ന പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെക്ഷുവൽ ഇത് ഭയങ്കരമായിട്ട് കുറയുന്ന പോലെ കാണാൻ പറ്റും. ഇതൊക്കെയാണ് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുന്ന കുറേ ഉണ്ട് ഇങ്ങനെ. അപ്പം അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ കിട്ടും. ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ദെൻ എന്താണ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ എക്സോജീനിയസ് ആയിട്ടുള്ള സിന്തറ്റിക് ടെസ്റ്റോസ്റ്ററോൺ? ഓക്കെ, അപ്പം സിന്തറ്റിക് ടെസ്റ്റോസ്റ്ററോൺ ആണ് ബോഡി ബിൽഡിംഗ് ലെവലിലുള്ള ആളുകളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സാധനം. എന്താണ് ഈ സംഭവം? ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബിൽ ഉണ്ടാക്കി എടുക്കുന്ന സിന്തറ്റിക് ടെസ്റ്റോസ്റ്ററോണിന്റെ വെർഷൻസ് ആണ് സംഭവം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ വേർതിരിച്ച് അതിൻ്റെ ഹോർമോൺസിനകത്തൊക്കെ ചേഞ്ച് വരുത്തി അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി ഗ്ലാൻഡൊക്കെയാണ് ഈ ഹോർമോൺ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ സാധനം ഇഞ്ചെക്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഇൻട്രാമസ്കുലർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മസിൽസിന്റെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് നോർമലി ചെയ്യുന്നത്. പക്ഷെ പല രീതിയിലും ഇത് അഡ്മിനിസ്ട്രേഷൻ നടത്താം. നോർമലി എല്ലാവരും ചെയ്യുന്നത് ഓറലി അല്ലെങ്കിൽ ഇഞ്ചെക്റ്റബിൾ ആയിട്ട്. സോ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഹോർമോണൽ സിസ്റ്റത്തിനെ എല്ലാം ബൈപ്പാസ് ചെയ്യും. അതായത് ഈ ഹോർമോണൽ സിസ്റ്റത്തിനെ ഒന്നും കണക്ട് ചെയ്യാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഇത് ബോഡിക്കകത്തേക്ക് ആക്ട് ചെയ്യും. അതായത് നമ്മുടെ ഈ ഇതിന്റെ റിസപ്റ്റേഴ്സ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യും. എന്ത് പറ്റും? നമുക്ക് ഇതിന്റെ റിസൾട്ട് കുറച്ചുകൂടെ, അതായത് നോർമലി ടെസ്റ്റോസ്റ്ററോൺ എന്ത് ചെയ്യും? ബോഡിയിൽ ഫുള്ള് നമ്മുടെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനം സ്ട്രെയിറ്റ് ഫോർവേഡ് നമുക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബൈപ്പാസ് ചെയ്ത് നമ്മുടെ ബോഡിക്കകത്തേക്ക് നേരിട്ട് കയറി ആക്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ
എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഫുള്ളി ഹാക്ക് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ അങ്ങോട്ട് ഹൈ ആയിട്ട് ബോഡിക്കകത്ത് കാണിക്കും. അപ്പൊ അതിൻ്റെതായ ബെനഫിറ്റ്സ് നമുക്ക് കിട്ടും. അതാണ് ബോഡി ബിൽഡേഴ്സ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള അനബോളിക് എഫക്റ്റ് ആണ് ടെസ്റ്റോസ്റ്ററോൺ. അനബോളിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മസിൽ ബിൽഡിങ്, നമ്മുടെ ബോഡിക്കകത്ത് മസിൽസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. അപ്പോൾ അതാണ് അതിന്റെ അനബോളിക് പ്രോപ്പർട്ടി. സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ആൻഡ്രോജനിക് പ്രോപ്പർട്ടിയാണ്. ആൻഡ്രോജനിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ട്, ഫേഷ്യൽ ഹെയർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു ആൺ എന്നുള്ളതിന്റെ സെക്കൻഡറി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതൊക്കെ. അപ്പോൾ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനും ഈ പറയുന്ന പോലെ സംഭവം പറ്റും. ഇത് നോർമൽ ടെസ്റ്റോസ്റ്ററോണും പറ്റും, പക്ഷെ ഇവിടെ ഈ സാധനം എക്സ്ട്രാ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെതായുള്ള കൂടുതൽ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. എസ്പെഷ്യലി അനബോളിക് പ്രോപ്പർട്ടി, അതായത് മസിൽ ബിൽഡിംഗ് പ്രോപ്പർട്ടിയിൽ. പിന്നെ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബൈപ്പാസ് ചെയ്യും നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തിനെ. ഇത് ബൈപ്പാസ് ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ നല്ലതുമാണ്, എന്നാൽ സെയിം രീതിയിൽ തന്നെ നോക്കുമ്പോൾ തെറ്റുമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചീത്ത പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ഇങ്ങനെ ബൈപ്പാസ് ചെയ്യുമ്പോൾ നമ്മുടെ എൻറ്റയർ ഈ എൻഡോക്രൈൻ സിസ്റ്റം, ഹോർമോൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം സെയിം തന്നെയാണ്. ചില ആൾക്കാർക്ക് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞേ. സോ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഡിസ്റപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇതിനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാക്കും. മൊത്തത്തിലും ബോഡിക്ക് കൺഫ്യൂഷൻ ആവും. അപ്പം നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ എന്താണെങ്കിലും ഭയങ്കര ഹൈ ലെവലിലെ ബോഡി പിന്നീട് കാണത്തുള്ളൂ. അപ്പം നോർമലി വേണ്ടതിനേക്കാളും ഹൈ ലെവലിലേക്ക് പോകും ഇഞ്ചെക്റ്റബിൾ ടെസ്റ്റോസ്റ്ററോൺ യൂസ് ചെയ്യുമ്പോൾ. നമ്മൾ അതിൻ്റെതായ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങും. അത് മസിൽ ബിൽഡിംഗ് കൂടും, ഫാറ്റ് ലോസ് പെട്ടെന്ന് സ്പീഡാകും, അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൽ ലെബിഡോ ലെവലിലുള്ള സംഭവങ്ങൾ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. നമ്മൾ ഭയങ്കരമായിട്ട് ബെറ്റർ പേഴ്സണാലിറ്റി ആയിക്കൊണ്ടേയിരിക്കും. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളിത് ആർട്ടിഫിഷ്യലി ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവമല്ല, ആർട്ടിഫിഷ്യലി ചെയ്യുവാണ്. സോ ഇത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ ഇത് ലോങ് ടൈമിലേക്ക് പോകുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് ആർട്ടിഫിഷ്യൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഒരു പ്രശ്നം വരുന്നത്. പിന്നെ വരുന്ന പ്രശ്നം, ഓക്കെ, ഓഫ് കോഴ്സ് നമ്മളൊരു സംഭവം എക്സ്ട്രാ ബോഡിക്കകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അത് ലിവറിലേക്ക് പോകും, കിഡ്നിക്ക് എഫക്റ്റ് ചെയ്യും, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ആൾക്കാരിൽ വരാറുണ്ട്. സോ അങ്ങനെ കുറേ പ്രോബ്ലംസ്. പിന്നെ വരുന്നൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർട്ടിഫിഷ്യലി ഇത്രയും ടെസ്റ്റോസ്റ്ററോൺ ബോഡി ഡിറ്റക്ട് ചെയ്യുമ്പോൾ നാച്ചുറലി ബോഡിയുടെ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷൻ ബോഡി അങ്ങോട്ട് കുറയ്ക്കും. കൂടുതൽ നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുള്ള അബ്യൂസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവം അങ്ങോട്ട് ബോഡി ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, നമ്മുടെ ബോഡിക്കകത്ത് നാച്ചുറലി ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നാച്ചുറലുള്ള ടെസ്റ്റോസ്റ്ററോൺ അങ്ങോട്ട് ഇല്ലാതാവും. അപ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പം പറഞ്ഞ കാര്യത്തിലൂടെ ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും. അപ്പോൾ നമ്മുടെ സെക്ഷൽ ലെബിഡോ സംഭവങ്ങൾ കുറയും, മസിൽസ് ലോസ് വരാൻ തുടങ്ങും, ഫാറ്റ് ഗെയിൻ ആവാൻ തുടങ്ങും, അങ്ങനെ കുറേ പ്രോബ്ലംസ് വരും. ഇതൊക്കെയാണ് ഒരു സംഭവം വരുന്നത്. ഇനി ഇതിന്റെ ക്ലിനിക്കൽ യൂസ്, HRT, TRT എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഹെവി ആയിട്ട് മെഡിസിൻ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, HRT കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ ഹോർമോൺസും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ലെവലിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. ദെൻ ഒരു മിനിമം ഡോസേജ് അവരൊരു മെഡിക്കേഷൻ പോലെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലും ചെയ്ത് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കി എടുക്കാനൊക്കെ പറ്റും. നല്ല ചിലവ് വരുന്ന പരിപാടിയാണ് HRT, TRT ഒക്കെ. ഇവിടെ നമ്മൾ നോർമലി ചെയ്യുന്ന PCT ഒക്കെ ചെയ്യും, ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർ പോസ്റ്റ് സൈക്കിൾ തെറാപ്പി എന്ന് പറയും. അത് നമ്മളെ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷൻ ബെറ്റർ ആക്കി പിന്നെയും കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. വാഷ് ഔട്ട് സൈക്കിൾ എന്നൊക്കെ പറയും. ചില ആൾക്കാർ അത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മെഡിസിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്കകത്ത് ഇഞ്ചെക്ട് ചെയ്ത മെഡിസിൻ വാഷ് ഔട്ട് ചെയ്ത് പോകുന്നൊക്കെയാണ്. വണ്ടത്തിലാണ്, അങ്ങനെയൊന്നല്ല. നമ്മുടെ ബോഡിക്ക് അതുള്ള നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ പ്രോപ്പറായിട്ട് കൊണ്ടുവരിക എന്നുള്ള ഒറ്റ പരിപാടിയാണ് ഈ വാഷ് ഔട്ട് സൈക്കിൾ അല്ലെങ്കിൽ പറയുന്ന PCT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച് വെച്ച കാര്യങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതാണ് നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ, ഇതാണ് ആർട്ടിഫിഷ്യൽ ടെസ്റ്റോസ്റ്ററോൺ. ഇനി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ശരിക്കും ബൈ.